നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ടേ അവൽ മിൽക്ക് കഴിക്കാൻ ഒരു 100 രൂപ 120 ഉറുപ്പ്യൊക്കെ വരും. മോൾക്കൊരാഗ്രഹം ഒരു അവൽ മിൽക്ക് കഴിക്കണം. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാം. നാച്ചുറലായിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ നമുക്ക് മൂന്നാക്കും അടിപൊളിയായിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കാം, കഴിക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. വളരെ ഈസി ആയിട്ട് നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. പോകാം. അവൽ മിൽക്കിലെ ഒരു പ്രധാന ഐറ്റമാണ് പഴം, ചെറുപഴം. ഞാനിവിടെ മൈസൂർ പഴമാണ് എടുക്കുന്നത്. ഒരു 6 പഴം ഞാൻ ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. അത് നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു സ്പെഷ്യൽ അവൽ മിൽക്ക് കഴിക്കുകയാണെങ്കിൽ 120 ഉറുപ്പ്യൊക്കെയാണ് നമുക്ക് ചാർജ് വരുന്നത്. ഇത് നമുക്ക് മൂന്നാക്കും വയറ് നിറച്ച് അവൽ മിൽക്ക് കഴിക്കാൻ പറ്റി. വളരെ കുറഞ്ഞ പൈസ മാത്രമേ നമുക്കിതിന് ചിലവുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ മറ്റുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ പഴത്തിൽ മിക്സിയിലോട്ട് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് പാലാണ്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ച് കട്ടയാക്കിയെടുത്ത പാലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഐസ്ക്രീമുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല നാച്ചുറൽ കട്ടപ്പാൽ അത് മതി. ഇത് നമുക്കിനി മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കണം. അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ അവലെടുത്ത് ഗ്ലാസ്സിലോട്ട് ഇടുകയാണ്. ഇതിന് നമ്മൾ പൊരി അവലാണ് ശരിക്കും വാങ്ങേണ്ടത്. എൻ്റെ അടുത്ത് അത് സ്റ്റോക്കില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ അവലാണ് ഇതിനായിട്ട് എടുത്തത്. ആവശ്യമുള്ള അവൽ അതിലോട്ടിടുന്നു. അവൽ കൂടിപ്പോകരുത്, എങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള അവൽ അതിലുണ്ടായിരിക്കുകയും വേണം. ഇനി നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന പഴവും പാലും കൂടെ ഉള്ളത് അത് ഇതിലോട്ട് ചേർക്കാൻ പോവാണ്. ഈ അവലിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ലൈക്ക് അടിക്കാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ നമ്മുടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ ഇതിലോട്ട് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ചേർക്കാൻ പോവുകയാണ്. അതായത് നിലക്കടല, തോലൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന നിലക്കടല കുറച്ചെടുത്ത് ചേർക്കാം. പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, കശുനട്ട് അതും ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ബൂസ്റ്റിൻ്റെ സാമ്പിൾ പാക്കറ്റാണ് വാങ്ങിയത്, അത് കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ്. അത് നമ്മൾ റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. ഇതിന് ശേഷം നമ്മൾ കുറച്ച് അവലും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പാലും പഴവും കൂടെ അടിച്ചു വെച്ചത് കുറച്ച് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂണ് പഞ്ചസാര ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണില്ല, കുറച്ച് പഞ്ചസാര മതി കേട്ടോ. 1 സ്പൂൺ വേണമെന്നില്ല, ഇല്ല മധുരം കൂടിപ്പോവും. ഇനി നമ്മൾ ആ പാലും പഴവും കൂടെ അടിച്ചു വെച്ചത് ഇതിന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ കടലയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബൂസ്റ്റും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. വിശപ്പിനും ദാഹത്തിനുമൊക്കെ നല്ല കിടിലം ഐറ്റമാണ് ഈ അവൽ മിൽക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ വീഡിയോ. അപ്പം നമ്മൾ ആദ്യം തന്നെ 1 ഗ്ലാസ് അവൽ മിൽക്ക് ഉണ്ടാക്കി. പക്ഷേ 1 ഗ്ലാസ് പോരല്ലോ, ഞങ്ങൾ 3 ആളുണ്ടല്ലോ. അപ്പം ഇനി ബാക്കി ക്ലാസ്സിലും കൂടെ നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാം. പക്ഷേ അത് ഉണ്ടാക്കുന്നതേ മോളാണ്. ഞാൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ. വേണ്ട അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും.
അപ്പം നമ്മൾ 3 ഗ്ലാസ്സിലും അവിൽ മിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിനി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. യാതൊരുവിധ കളറുകളോ ഒന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ അവൽ മിൽക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാൻ മറക്കണ്ട. ഞാൻ കുറിച്ച് നോക്കി പറയാം. അടിപൊളിയാണ്. നമ്മളെ സാധാ അവലാണ് ഇതിന് ചേർത്തത്. ശരിക്കും ഇതിന് ചേർക്കേണ്ടത് പൊരിച്ച അവലുണ്ട് അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ടുള്ളത്. അതെനിക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ സാധാരണ അവൽ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അവൽ മിൽക്ക് ഉണ്ടാക്കി നോക്കിക്കോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. ബൈ ബൈ.